നമസ്തേ. ജയ് ശ്രീകൃഷ്ണ. ഭഗവത്ഗീത 9-ാം അധ്യായം. രാജവിദ്യ രാജഗുഹ്യയോഗം. ശ്ലോകം 6. യഥാകാശസ്ഥിതോ നിത്യൗ വായുഃ സർവത്ര ഗോമഹാൻ തഥാ സർവാണി ഭൂതാനി മത്സ്ഥാനീത്യുപധാരയ. എല്ലായിടത്തും എപ്പോഴും വ്യാപിച്ചിരിക്കുന്ന മഹത്തായ വായു സദാ അധിഷ്ഠാനമായ ആകാശത്തിൽ സ്ഥിതി ചെയ്യുന്നതുപോലെ എല്ലാ പ്രപഞ്ച ഘടകങ്ങളും എന്നിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് ധരിച്ചാലും, ആകാശത്തിൽ എപ്പോഴും നിലകൊള്ളുന്ന മഹത്തായ വായു എല്ലായിടത്തും സഞ്ചരിക്കുന്നത് പോലെ എല്ലാ ജീവികളും എന്നിൽ നിലകൊള്ളുന്നു എന്ന് നീ മനസ്സിലാക്കുക. ഇവിടെ ശ്രീകൃഷ്ണൻ വളരെ ലളിതമായ ഒരു ഉപമ ഉപയോഗിച്ച് ഒരു ആഴമുള്ള സത്യത്തെ പറയുന്നു. വായു അഥവാ കാറ്റ് എപ്പോഴും ആകാശത്തിലാണ് നിലകൊള്ളുന്നത്. ആകാശം എത്ര വിശാലമാണോ അതിൽ കാറ്റ് എല്ലായിടത്തും സഞ്ചരിക്കുന്നു. പക്ഷേ കാറ്റ് എവിടെ പോയാലും അത് ആകാശത്തിനകത്താണ്, ആകാശത്തിന് പുറത്തല്ല. അതുപോലെ തന്നെയാണ് ഈ ലോകത്തിലെ സകല ജീവികളും ദൈവത്തിനകത്താണ് നിലകൊള്ളുന്നത്. ദൈവം എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നു. നാം എവിടെയായാലും എന്ത് ചെയ്താലും ദൈവത്തിനകത്താണ് നാം. നമ്മളും പ്രകൃതിയും സകല സൃഷ്ടിയും എല്ലാം ദൈവത്തിൻ്റെ ഭാഗമാണ്. നമ്മൾ ഒരിക്കലും ഒറ്റയാളല്ല. ദൈവം എപ്പോഴും നമ്മോടൊപ്പം. എല്ലാ ജീവികളെയും സ്നേഹത്തോടെ കാണാൻ പഠിക്കണം. കാരണം ഓരോരുത്തരിലും ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. ആകാശത്തിനകത്ത് കാറ്റ് സഞ്ചരിക്കുന്നത് പോലെ ദൈവത്തിനകത്താണ് നമ്മളെല്ലാവരും. ഈ സത്യത്തെ മനസ്സിലാക്കുമ്പോൾ ജീവിതം ദൈവികമാകുന്നു. നന്ദി.